CA-125 ക്യാൻസർ ആന്റിജൻ 125 പരിശോധനയിൽ അളവ് കൂടുതലായി കണ്ടാൽ ഉടനെ അത് ക്യാൻസറാണെന്ന് ഭയപ്പെടേണ്ടതില്ല. ഈ പ്രോട്ടീന്റെ അളവ് കൂടുന്നത് പലപ്പോഴും അർബുദമല്ലാത്ത ബെനൈൻ സാധാരണ ആരോഗ്യപ്രശ്നങ്ങൾ മൂലവുമാകാം. ഇക്കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു. 1. ക്യാൻസറല്ലാത്ത കാരണങ്ങൾ. CA-125 ഒരു ട്യൂമർ മാർക്കറാണെങ്കിലും ശരീരത്തിലുണ്ടാകുന്ന പലതരം വീക്കങ്ങളും ഇൻഫ്ലമേഷൻ ഇതിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട്. ഉദാഹരണത്തിന്, ആർത്തവ സമയം, ആർത്തവ ദിനങ്ങളിൽ രക്തത്തിലെ CA-125 സ്വാഭാവികമായും കൂടാം. ഗർഭാവസ്ഥ, ഗർഭകാലത്തും ഇതിന്റെ അളവിൽ വ്യത്യാസം വരാം. ഗർഭാശയമുഴകൾ, ഫൈബ്രോയിഡ്സ്, ഗർഭാശയത്തിലെ ലഘുവായ മുഴകൾ ഈ അളവ് വർദ്ധിപ്പിക്കാം. എൻഡോമെട്രിയോസിസ്, ഗർഭാശയത്തിനു പുറത്ത് കോശങ്ങൾ വളരുന്ന അവസ്ഥ. പെൽവിക് ഇൻഫ്ലമേഷൻ, PID, സ്ത്രീകളുടെ പ്രത്യുത്പാദന അവയവങ്ങളിലുണ്ടാകുന്ന അണുബാധ. കരൾ സംബന്ധമായ അസുഖങ്ങൾ, ലിവർ സിറോസിസ് പോലുള്ള അവസ്ഥകളിലും CA-125 കൂടാം. 2. പരിശോധനയുടെ പരിമിതികൾ. എല്ലാ ക്യാൻസർ രോഗികളിലും CA-125 കൂടണമെന്നില്ല. അണ്ഡാശയ ക്യാൻസറിന്റെ ഒവേരിയൻ ക്യാൻസർ പ്രാരംഭഘട്ടത്തിലുള്ള പകുതിയോളം പേർക്കും സാധാരണ നിലയിലുള്ള റിസൾട്ട് വരാം. അതുകൊണ്ടുതന്നെ ക്യാൻസർ ഉണ്ടോ എന്നുറപ്പിക്കാൻ ഈയൊരു ടെസ്റ്റ് മാത്രം മതിയാകില്ല. 3. എപ്പോഴാണ് ഗൗരവമായി കാണേണ്ടത്? ആർത്തവ വിരാമം, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകളിൽ CA-125 അളവ് ഉയർന്ന നിലയിൽ കാണപ്പെടുന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും സ്തനാർബുദമോ അണ്ഡാശയ ക്യാൻസറോ ഉള്ളവർക്ക് ഈ റിസൾട്ട് ഗൗരവമായി എടുക്കേണ്ടിവരും. 4. അടുത്തതായി എന്തു ചെയ്യണം? CA-125 മാത്രം നോക്കി ഒരു നിഗമനത്തിലെത്തരുത്. നിങ്ങളുടെ ഡോക്ടർ താഴെ പറയുന്ന പരിശോധനകൾ കൂടി നിർദ്ദേശിച്ചേക്കാം. അൾട്രാസൗണ്ട് സ്കാനിംഗ്, ട്രാൻസ്വാജിനൽ അൾട്രാസൗണ്ട്, അണ്ഡാശയത്തിലെ മുഴകൾ തിരിച്ചറിയാൻ, CT സ്കാൻ, കൂടുതൽ വ്യക്തതയ്ക്കായി. തുടർച്ചയായ പരിശോധന, കൃത്യമായ ഇടവേളകളിൽ ടെസ്റ്റ് ആവർത്തിച്ച് അളവ് കൂടുന്നുണ്ടോ എന്ന് പരിശോധിക്കൽ. ചുരുക്കത്തിൽ, CA-125 കൂടിയാൽ അത് അർബുദമാകാനുള്ള സാധ്യത വെറുമൊരു സൂചന മാത്രമാണ്. ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ ഓങ്കോളജിസ്റ്റിനെയോ കണ്ട് ശരിയായ പരിശോധനകൾ നടത്തുകയാണ് വേണ്ടത്.